ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ ബഖറയിലെ 103-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലൗ അന്നഹും ആമനു വത്തഖൗ, അവർക്ക് ഈമാനും തഖ്വയും ഉണ്ടായിരുന്നുവെങ്കിൽ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം എത്രയോ ഉത്തമമാകുന്നു. ലൗ കാനു യഅലമൂൻ, അവരത് അറിഞ്ഞിരുന്നുവെങ്കിൽ, മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അവർക്കതിൻ്റെ ഇൽമ് ഉണ്ടായിരുന്നുവെങ്കിൽ. അപ്പോൾ ഈമാനും തഖ്വയും ഉള്ള ഒരാൾക്ക് അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം അത് എത്രയോ ഉത്തമമാണ്. അതവർ അറിയണം, മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞു വരുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരാൾക്ക് ഈമാനും തഖ്വയും ഉണ്ടാകണമെങ്കിൽ അയാളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം, ഈമാനും തഖ്വയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന കാര്യം എന്നാണ്. അപ്പോൾ ഈമാനും തഖ്വയും ഉണ്ടാകണമെങ്കിൽ എന്തു വേണം? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരാളുടെ ഈമാനും തഖ്വയും ഏതൊക്കെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് നഷ്ടം സംഭവിക്കുക, ഈമാനും തഖ്വയും എപ്പോഴാണ് ചോർന്നു പോവുക, ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അവർക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയോ ഉത്തമമാണ് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഉത്തമമായി തീരുന്നത് എങ്ങനെയാണ്? ഈ 3 കാര്യങ്ങൾ ഈ ആയത്തിൽ നിന്ന് പഠിക്കണം. അപ്പോഴാണ് ഈ ആയത്ത് അവസാനിക്കുന്ന ലൗ കാനു യഅലമൂൻ. ഒരു കാര്യം, ഒരു ആഗ്രഹമാണ്, നമ്മൾ സാധാരണ അറബി തമന്ന എന്ന് പറയും. അതായത് ഒരു ആഗ്രഹമാണ് ശരിക്ക് അള്ളാഹു തആല ലൗ കാനു യഅലമൂൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണത്. അവർക്ക് ഈ വിവരമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഇൽമ് കിട്ടിയ ആളുകളായി നമ്മൾ മാറുമ്പം എന്താ ഉണ്ടാവുക അറിയോ? അള്ളാഹു ആഗ്രഹിച്ചൊരു കാര്യം നമ്മളിലൂടെ അത് നടപ്പിലാവുകയാണ്. ഇപ്പം നമ്മളിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചപ്പോൾ നമ്മളെ മാതാപിതാക്കൾ നമ്മളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആകണം, വാപ്പാക്കും ഉമ്മാക്കും നമ്മളിലൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പം ആ പ്രതീക്ഷ നമ്മൾ നിറവേറ്റി കൊടുക്കുമ്പോൾ, ഇപ്പോൾ പല ആൾക്കാരും പറയും, ഉന്നത തലങ്ങളിലേക്ക് എത്തിയ പല ആൾക്കാരും, അവാർഡ് വാങ്ങിയ പല ആൾക്കാരും പറയും, വ്യത്യസ്ത അവാർഡുകളാകാം, അവർ പറയും ഇത് എൻ്റെ ഉപ്പാൻ്റെ സ്വപ്നമായിരുന്നു, ഉമ്മാൻ്റെ ആഗ്രഹമായിരുന്നു, അത് നേടിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചു, അത് നടപ്പിലാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചു എന്നൊക്കെ പറയും. അത് ഭയങ്കര ഒരു അഭിമാനമായിട്ടും സന്തോഷമായിട്ടൊക്കെ എടുത്ത് പറയുന്ന സംഗതിയാണ്. ഇവിടെ റഹ്മാനായ റബ്ബ് ആ ഒരു ലൗ കാനു യഅലമൂൻ എന്നതിലൂടെ ഒരു ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്, അവർക്കതിന് ഇൽമ ഉണ്ടായിരുന്നുവെങ്കിലെന്ന്. അപ്പോൾ ആ ഇൽമ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഇൽമ എവിടെ ഉള്ളത്? വലൗ അന്നഹും ആമനു വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈർ എന്നത് ഖുർആനിലുണ്ട്, പല ഭാഗത്തായിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞ ആയത്ത് ഏതായിരുന്നു? 8 അല്ലേ? ഇനി നിങ്ങൾ മറിക്കണത് ആറാഫാണ്. സൂറത്ത് ആറാഫ്. ആറാഫിലെ 7-ാം അധ്യായം.
അതിൽ 168 മുതലുള്ള ആയത്ത്. (168) മുതൽ 170 വരെയുള്ള ആയത്തുകൾ. കണ്ടില്ല? وقطعناهم في الأرض أمما منهم الصالحون ومنهم دون ذلك وبلوناهم بالحسنات والسيئات لعلهم يرجعون فخلف من بعدهم خلف ورثوا الكتاب يأخذون عرض هذا الأدنى ويقولون سيغفر لنا وإن يأتهم عرض مثله يأخذوه ألم يؤخذ عليهم ميثاق الكتاب ألا يقولوا على الله إلا الحق ودرسوا ما فيه والدار الآخرة خير للذين يتقون أفلا تعقلون والذين يمسكون بالكتاب وأقاموا الصلاة إنا لا نضيع أجر المصلحين. അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയൊരു വിഭാഗമാണ് ബനു ഇസ്രായേലർ. അവർക്ക് മറ്റൊരു സമൂഹത്തിനും കൊടുക്കാത്ത ഒരുപാട് പ്രത്യേകതകൾ കൊടുത്തു. മറ്റൊരു സമൂഹത്തിനും ഇല്ലാതിരുന്ന ഒരുപാട് ഹൈറുകൾ അള്ളാഹു ആ സമൂഹത്തിന് കൊടുത്തു. അവസാനം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അള്ളാഹു തആല അവരുടെ നന്ദികേട് കാരണം അവരെ ഛിന്ന ഭിന്നമാക്കി. ഒരു വാപ്പാൻ്റെ മക്കൾ, വാപ്പാരാ? യാക്കൂബ് നബി. ആ യാക്കൂബ് നബിയുടെ മക്കൾ, ഒരു വാപ്പാൻ്റെ മക്കൾ, അവരങ്ങനെ അവർക്ക് ഒരുപാട് വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി കടന്നു വന്നു. ഒരു കുടുംബം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ആ കുടുംബം ഛിന്ന ഭിന്നമാകുക എന്നുള്ളതാണ്. ഒരു വാപ്പാൻ്റെ മക്കൾ, ഏട്ടന് വേറെ, അനുജന് വേറെ, പെങ്ങന്മാർ വേറൊക്കെയായി കുടുംബം ആകെ പ്രശ്നമായി. അങ്ങനെ സ്വത്തിൻ്റെയും മുതലിൻ്റെ ഒക്കെ പേരിൽ വിഷയങ്ങളായി, ദുനിയാവിൻ്റെ വിഷയങ്ങൾ വന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ ആകെ അടിയായി. അങ്ങനെ പിന്നെ ഓരോരുത്തരുടെതൊക്കെ ആയിട്ട് അവർ ഓരോരുത്തരുടെ ഭാഗത്തേക്ക് പോയി. പിന്നെ ഒരു ബന്ധങ്ങളില്ലാതെയായി, പിന്നെ കാണാതായി, കണ്ണകന്നു, കൽബകന്നു. അങ്ങനെ പിന്നെ ഉണ്ടെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് മരിച്ചാലും വേറെ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ മാത്രം 2 വർഷം 3 വർഷമൊക്കെ കൂടുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നവരായി മാത്രം മാറി. എന്നും കാണേണ്ടവർ അങ്ങനെ കാണാത്തവരായി മാറി. കാണുന്നത് വരെ അരോചകമായി നാട്ടിൽ നിന്ന് തന്നെ പോയി. എന്തിനാ പോയി എന്ന് ചോദിച്ചാൽ, എന്തിനാ ഇവിടുന്ന് വിറ്റ് പോയി എന്ന് ചോദിച്ചാൽ, ഉള്ളിലുള്ളത് എന്താണെന്ന് വെച്ചാൽ പുറത്ത് പറയില്ലെങ്കിൽ ഉള്ളിൽ കാണുന്നത് അവിടെ ആയാൽ എപ്പോഴും കാണേണ്ടി വരും, കണ്ടാൽ എന്ത് ചെയ്യണം, സംസാരിക്കേണ്ടി വരും. അപ്പം കാണുന്നത് പോലും അവർക്ക് ഒരു അരോചകമായി പ്രയാസമായി തോന്നി. അങ്ങനെ പിന്നെ അവർക്ക് മക്കളൊക്കെ ആയി, പിന്നെ ഒരു ബന്ധമില്ലാതെയായി മാറി. പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ കൂട്ടത്തിൽ ആർക്കൊക്കെയോ താല്പര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഒരു കുടുംബസംഗമൊക്കെ ഉണ്ടാക്കും. ഇപ്പോൾ നമ്മളെ നാട്ടിൽ നടക്കണ അതാണ്. ഇപ്പോൾ നാട്ടിൽ വലിയ സംഗമങ്ങളൊക്കെ നടക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ, പണ്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷയത്തിൻ്റെ പേരിൽ തെറ്റിപ്പിരിഞ്ഞ് അങ്ങനെ പലരും പല നാട്ടിലേക്ക് പോയി
ഒരു നാട്ടിലുള്ളവർ കുറേ ആൾക്കാർ ഇപ്പോൾ താന്നൂരുള്ളവർ കോഴിക്കോട്ട് പോയി, കുറേ ആൾക്കാർ തിരൂർക്ക് പോയി, കുറേ ആൾക്കാർ കോട്ടക്കൊക്കെ പോയി, പലവരും പല ഭാഗത്തായി, അതിനേക്കാളൊക്കെ ദൂരം പോയി. അങ്ങനെ പിന്നെ തലമുറകൾ കഴിഞ്ഞ് ഈ തെറ്റിയ ആൾക്കാരൊക്കെ മരിച്ചുപോയി. വാപ്പ മരിച്ച്, വല്യപ്പ മരിച്ച്, വല്യമ്മ മരിച്ച്, മൂത്താപ്പ മരിച്ച്, എളാമ്മ മരിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ തലമുറയിൽ ആ ചെറിയ അന്ന് ജനിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത അന്നാ തെറ്റിപ്പിരിഞ്ഞപ്പോൾ ജനിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഏതൊക്കെയോ തലമുറയിലെ പേരക്കുട്ടികൾ വലുതായി വന്നപ്പം അവർ പിന്നെ തലമുറൻ്റെ പേര് അന്വേഷിച്ച് പോകാൻ തുടങ്ങി. തറവാടിനൊരു പേരുണ്ട്, ആ പേര് എവിടെയൊക്കെ ഉണ്ട് നോക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ആ തറവാടിൻ്റെ പേരുള്ള ആ പേരിൽ അറിയപ്പെടുന്ന കുടുംബങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ നാട്ടിലുണ്ടോ ഓലൊക്കെ വിളിച്ചു കൂട്ടൽ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ പടക്കണ പലതും. അപ്പം ഇത് പോയവരൊക്കെ പോയി, കഴിഞ്ഞവരൊക്കെ കഴിഞ്ഞു. ഇതൊരു വലിയ പരീക്ഷണമാണ്. അള്ളാഹു തആല നടക്കുന്ന വലിയൊരു പരീക്ഷണം. അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഹൈറിൽപ്പെട്ടതാണെന്തെന്നറിയോ? ഇങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു വാപ്പാൻ്റെ മക്കൾ ഒരുമിച്ച് ജീവിച്ച് അവരുടെ ആ പിന്നെ കാലം കഴിയുന്നത് വരെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഒരുമിച്ച് ഐക്യത്തിൽ സന്തോഷത്തോടു കൂടി ജീവിച്ച് അങ്ങനെ പിരിഞ്ഞ് മരണപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്, സൗഭാഗ്യമാണ്. അതേ സമയത്ത് ഇത് ഛിന്ന ഭിന്നമാകുന്നത് ഒരു വലിയ പരീക്ഷണമാണ്. അല്ലാഹു തആല പറയാണ്, നോക്കി, വഖത്തഅനാഹും ഫിൽ അർളി ഉമമ, ഭൂമിയിൽ അവരെ നാം പല സമൂഹങ്ങളായി പിരിച്ചു. എങ്ങനെ? ഭൂമിയിൽ അവരെ നാം പല സമൂഹങ്ങളായി പിരിച്ചു. കാരണം ഭൂമിയിൽ അവർ പല ഭാഗത്തായി, പല സ്ഥലത്തായിട്ട് മാറി. മിൻഹുമുസ് സ്വാലിഹൂന, അവരുടെ കൂട്ടത്തിൽ നല്ല സാലിഹീങ്ങളായ ആൾക്കാരുണ്ട്. വമിൻഹും ദൂനദാലിക്ക, അതിൻ്റെയൊക്കെ താഴെയുള്ള ആൾക്കാരും ഉണ്ട്. സാലിഹീങ്ങളായ ആൾക്കാരുണ്ട്, അതിൻ്റെ ഒരു പടി താഴെയുള്ള ആൾക്കാരും അവരുടെ കൂട്ടത്തിലുണ്ട്. വബലൗനാഹും, അവരെ നാം പരീക്ഷിച്ചു. ബിൽ ഹസനാത്തി, ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടും, വസ്സയ്യാത്തി, ഒരുപാട് തിന്മകൾ നൽകിക്കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു. ലഅല്ലഹും യർജിഊൻ, എന്തിനായിരുന്നു അതൊക്കെ? അവരൊന്ന് മടങ്ങാൻ വേണ്ടിയായിരുന്നു. ഒരു ചിന്ത ഉണ്ടാക്കാനും ആലോചിക്കാനും വേണ്ടിയാണ് ഈ സയ്യാത്തുകളും ഹസനാത്തുകളൊക്കെ നൽകിയിട്ട് അവരെങ്ങനെ പരീക്ഷിച്ചത്. അള്ളാഹു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹു ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ എവിടെയോ ജീവിച്ച് അങ്ങനെ കാലഹരണപ്പെട്ടു പോയ ഒരു സമൂഹത്തിൻ്റെ ചരിത്രം ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് പഠിക്കാൻ അള്ളാഹ് ഖുർആനിൽ കൊണ്ടുവന്ന് സൂറത്ത് അറാഫിലെ ഈ ഒരു മൂലക്കൽ 168 ആയത്തായി അള്ളാഹ് വെച്ചിക്കുക. മനസ്സിലായില്ലേ? അത് തുറന്ന് ആ 168 7-ാം അധ്യായത്തിലെ 168 നമ്മളെ ഖുർആനിൽ ഏതോ ഒരു മൂലയിലുള്ളൊരായത്ത് അത് തുറന്ന് വെച്ച് അത് കണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് പഠിക്കുക വഴി ലഅല്ലഹും യർജിഊന്ന് ആരെ പറ്റിയ ഈ സയ്യാത്തുകളും ഹസനാത്തുകളൊക്കെ കൊടുത്തിട്ട് ഓലെ പരീക്ഷിച്ചത് ഒന്ന് തിരിച്ചു വരാൻ, മടങ്ങാൻ വേണ്ടിയാണ്. അല്ലേ? മടങ്ങാൻ വേണ്ടിയാണ്. അവരത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇത് ആരോടായിരിക്കും? നമ്മളായിരിക്കും, അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളും ഇത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഇനി ഇതിൻ്റെയൊക്കെ ബേസിക് എന്താണ് അതുകൂടി പറയാൻ പോവാണ്. ബാക്കി നോക്കി, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അനന്തരം ശേഷം അവർക്ക് ഒരു പിൻഗാമികളുണ്ടായി. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവർക്ക് പിറകിൽ പിന്നീട് ശേഷം അവർക്ക് പിന്നിൽ തലമുറ വന്നു. വരിസുൽ കിതാബ, അവർ വേദഗ്രന്ഥം അനന്തരമെടുത്തു. വേദഗ്രന്ഥം അനന്തരമെടുത്തു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്നത് ഏത് സമൂഹത്തിലാണ്? ബനി ഇസ്രായേലിലാണ്. ആ ബനി ഇസ്രായേലിയുടെ ഒരു അവസ്ഥ പറയാണ്. അങ്ങനെ പിന്നീട് ഒരു സമൂഹം അവരിൽ വന്നു. അവർക്ക് അള്ളാഹു അവർ ഗ്രന്ഥം അനന്തരം എടുത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അള്ളാഹു ഒരു പ്രവാചകനെയും ഒരു ഗ്രന്ഥത്തെയും അള്ളാഹു അവർക്ക് അയച്ചു കൊടുത്തു എന്നർത്ഥം. വീണ്ടും അതൊരു ഭയങ്കര റഹ്മത്താണ്. ഇവർ ഛിന്ന ഭിന്നമായി പല നാടുകളിൽ പല ഭാഗത്തായി പോയിട്ടും പിന്നെ തലമുറകൾ ഇങ്ങനെ മാറി മാറി വന്നപ്പം ആ തലമുറകളിൽ അള്ളാഹു
ഒരു ഗ്രന്ഥം അവർക്ക് അനന്തരം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ വന്നു, ഒരു വേദഗ്രന്ഥം അവതരിച്ചു. യഉഖുദൂന, എന്നിട്ട് എന്തുണ്ടായെന്നറിയോ? യഉഖുദൂന അറള ഹാദൽ അദിന, ഈ നിസ്സാരമായ ഈ ലോകത്തിൻ്റെ വിഭവങ്ങൾ അവരെന്ത് ചെയ്തു? അവർ കൈപ്പറ്റി. യഉഖുദൂന, അവരെടുത്തത് അറള ഹാദൽ അദിന, ഈ അദിന എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്സാരമായത്. ഹാദൽ അദിന, ഈ ഏറ്റവും നിസ്സാരമായതിൻ്റെ അറളറ വിഭവം, അതാണ് അവർ വാങ്ങിയത്. മനസ്സിലാകണ്ട പറഞ്ഞത് എന്താണ്? ഒരു വേദഗ്രന്ഥം, ഒരു പ്രവാചകൻ, അതെന്തിനാ വരണത്? ഇവരിലുള്ള തിന്മകളൊക്കെ മായ്ച്ച് ഇവരെ നന്നാക്കി എടുക്കാനല്ലേ. പക്ഷെ എന്നിട്ടും അവരെന്താ ചെയ്തത്? അവർ സ്വീകരിച്ചത്, യഹൂദനാണ് സ്വീകരിക്കുക, അവർ സ്വീകരിച്ചത് ഈ നിസ്സാരമായ ഭൗതിക ലോകത്തിൻ്റെ വിഭവങ്ങളായിരുന്നു. എന്താ പറഞ്ഞതിൻ്റെ താല്പര്യം? അവർക്ക് വേദഗ്രന്ഥം പഠിക്കാനൊന്നും നേരെ, അവർക്ക് വേദഗ്രന്ഥമൊക്കെ അനന്തരമായിട്ട് കൊടുത്തു. പക്ഷെ അതൊന്നും അവർ മറച്ചു വെക്കില്ല, അവർ പഠിച്ചുമില്ല. അവർ പോയത് ദുനിയാവിൻ്റെ പിന്നാലെയാണ്. അതാണ് അറള ഹാദൽ അദിന എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്സാരമായ ഈ ഭൗതിക വിഭവങ്ങളെ അവർ തിരഞ്ഞെടുത്തു. അപ്പം അവർ ഗ്രന്ഥത്തിൻ്റെ ആൾക്കാരാണ്, ഗ്രന്ഥത്തിൻ്റെ ആൾക്കാരാന്നുള്ള അഭിമാനം ഫഹ്റോല് പറയും. ഞങ്ങളൊരു വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാരാന്ന് പറയും. ഇന്നത്തെ മുസ്ലിമീങ്ങൾ ഖുർആനെ പറ്റി പറഞ്ഞ മാതിരി തന്നെ. എന്നിട്ട് അവർ പറഞ്ഞെന്താ അറിയുക? അപ്പോൾ യഖൂലൂൻ, അവർ പറഞ്ഞു, സയുഗ്ഫറു ലന, ഞങ്ങൾ എന്തെന്നെ തെറ്റ് ചെയ്താലും ഞങ്ങൾക്ക് പുറത്തു തന്നേക്കും. എന്തൊരു പറയാ? ഞങ്ങൾക്ക് പുറത്ത് കിട്ടും എന്നാണ് അവർ പറയുക. നിങ്ങൾക്ക് മനസ്സിലാകേണ്ട എന്താണെന്നുള്ളത്? നമ്മൾ മേലെ പഠിച്ചിൻ്റെ ബാക്കി തന്നെയാണിത്. അത് അവർ പറഞ്ഞത് ഞങ്ങൾ അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്, അള്ളാഹിൻ്റെ അഹിബ്ബാകളാണ്, അള്ളാഹിൻ്റെ മക്കളാണ്. അബിനാ ഉല്ലാഹി വാഹിബ്ബാഉ, അള്ളാഹിൻ്റെ മക്കളും ഇഷ്ടപ്പെട്ടവരുമാണ്. ഇനി നരകത്തിൽ ഇട്ടാൽ തന്നെ അള്ളാഹ്ക്ക് കാലാകാലം ഞങ്ങൾ നരകത്തിൽ ഇടാൻ കഴിയൂല, കുറച്ച് ദിവസങ്ങളെ നരകം, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു. ഏതെങ്കിലുമൊക്കെ ആൾക്കാരെ ശുപാർശയിൽ ഏതെങ്കിലുമൊക്കെ ഒരു പിന്നെ ഷെയ്ഖിൻ്റെ മുരീദായാൽ അങ്ങനെ കണ്ട് ശുപാർശയൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ പരലോകത്ത് അങ്ങോട്ട് കഴിച്ചിലായി പോകും എന്ന ഒരു ചിന്ത ഇവർക്കുണ്ടായി. ഇവരും പറഞ്ഞത് അതാ, ഞങ്ങൾക്ക് പുറത്തു തന്നേക്കും എന്നവർ പറഞ്ഞു. വഇയതിഹിം അർളും മിസ്ലുഹു, അതുപോലെയുള്ള മറ്റൊരു വിഭവം അവർക്ക് വന്നു കിട്ടുകയാണെങ്കിലും അവരെന്ത് ചെയ്യും? യഉഖുദൂഹു, അവരത് വാങ്ങും. എന്ന് പറഞ്ഞാൽ മനസ്സിൽ തട്ടാത്ത, ഹൃദയത്തിൽ തട്ടാത്ത തൗബയൊന്നും പടച്ചോൻ സ്വീകരിക്കൂല. ഈ പടച്ചോൻ പുറത്തുവരുന്നൊക്കെ പറയണത് അവർ ഇങ്ങനെ കുറേ സങ്കല്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ദുനിയാവിൻ്റെ പിന്നാലെ പോയാലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ ജീവിച്ചാലും ഞങ്ങൾ അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് എന്ന് പറഞ്ഞ് അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥാനവും പദവിയും അവർക്ക് മുന്നിലുണ്ട്. അതുകൊണ്ടാണ് അവർ ഞങ്ങൾ എന്ത് തെറ്റിയതെന്ന് പടച്ചോൻ പുറത്തുവരും എന്നവർ പറഞ്ഞത്. ഇനി ഇതിനൊക്കെ ശേഷം ശ്രദ്ധിക്കുക, ഇതിനൊക്കെ ശേഷം അവർക്ക് ഏതെങ്കിലും തരത്തിൽ ദുനിയാവിൻ്റെ വിഭവങ്ങൾ കിട്ടുകയാണെങ്കിൽ അതും ഒരു വാങ്ങുമെന്ന്. എന്താണെന്ന് മനസ്സിലായ? അവർ ദുനിയാവിൻ്റെ വിഭവങ്ങൾ രണ്ട് തവണയാണ് അള്ള ഈ കാര്യം പറഞ്ഞത്. ശരിക്കും ക്ലിയറായി മനസ്സിലാക്കി വെക്കണം. ഒന്ന്, അവർ ദുനിയാവിൻ്റെ പിന്നാലെ പോയിട്ട് ഹക്കും ബാത്തിലൊന്നും നോക്കാതെ ഈമാനും തഖ്വയൊന്നും ഓൽക്ക് പ്രശ്നമില്ല, അവർ ദുനിയാവിൻ്റെ പിന്നാലെ പോയി ഉണ്ടാക്കി. ഇങ്ങോട്ട് ഓലെന്താ പറഞ്ഞത്? ഞങ്ങളിങ്ങനെ അഴിമതി കാട്ടി, ഞങ്ങൾ അവിടുന്ന് ഉണ്ടാക്കി ഇവിടുന്ന് ഉണ്ടാക്കി ഹക്കും ബാത്തിലും നോക്കാതെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പടച്ചോ ഞങ്ങൾക്ക് പുറത്തരും. മനസ്സിലായില്ലേ? അങ്ങനെ പുറത്തരുന്ന് പറയണത് ഒരു പൊറുക്കലിനെ തേടുന്ന ഒരു സംഗതിയാണ്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്ലിയറായി എന്ന് പറയും. എന്നിട്ട് അതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതും പോയി വാങ്ങുമെന്ന് പച്ചക്ക് അല്ലാണ്ട് പറയാണ്, ഒരു മറയല്ലാതെ. മനസ്സിലാണ് പറഞ്ഞത്? റമളാൻ മാസം വരെ ഇങ്ങനൊക്കെ കണ്ട് ജീവിച്ചിട്ട് റമളാൻ വരുമ്പോൾ നന്നാവും. എന്നിട്ട് റമളാൻ കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? പഴയ പോലെ അങ്ങോട്ട് പോവും.
തന്നെയാണ് പറയണത്. വീണ്ടും അവരെന്ത് ചെയ്യും? ഈ അഴിമതിയിലേക്ക് തന്നെ, ഈ വേണ്ടാത്ത കാര്യത്തിലേക്ക്, ദുനിയാവിൻ്റെ യുവങ്ങൾ തേടി ഹക്കും ബാത്തിലും നോക്കാതെ പോവാണ്. ഞാൻ ആദ്യം പറഞ്ഞ് 4 കാര്യങ്ങൾ, നമ്മളിതിൽ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. ഈമാനും തഖ്വ എങ്ങനെ ഉണ്ടാക്കുക, ഈമാനും തഖ്വ എങ്ങനെ ചോർന്നു പോവുക, അതൊക്കെ പ്രശ്നമാണ്. അതിനു വേണ്ടിയാണ് അല്ലാഹു തആല ഈ കാര്യങ്ങൾ പറഞ്ഞു തരണത്. ബാക്കി നോക്കി. അലം യൂഖദ് വഇൻ യഅതിഹിം അർളും മിസ്ലുഹു യൗഖുദൂഹു, അത് പറഞ്ഞല്ലോ. അതുപോലെയുള്ളത് കിട്ടിയാൽ വീണ്ടും അവരെന്ത് ചെയ്യും? അത് സ്വീകരിക്കും, അതെടുക്കും. അലം യൂഖദ് അലൈഹിം മീസാഖുൽ കിതാബി, വേദഗ്രന്ഥത്തിലുള്ള ഒരു ഉറപ്പ് അവരോട് നാം മേടിച്ചിട്ടില്ലേ? വേദഗ്രന്ഥത്തിലുള്ള ഒരു ഉറപ്പ് നാം അവരോട് വാങ്ങിയിട്ടില്ലേ? എന്താണ് ഉറപ്പ്? അല്ലാ യഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ, അള്ളാൻ്റെ മേൽ ഹക്കല്ലാതെ പറയൂലാന്ന്, അള്ളാൻ്റെ മേൽ സത്യമല്ലാതെ പറയൂല എന്നും. ദറസു മാഫീഹി, ആ കിതാബിലുള്ളത് ഓല് ഓതി പഠിച്ചിട്ടില്ലേ? ഒരു ദർസിൽ ഓതിയിട്ടുണ്ടല്ലോ. ദറസു മാഫീഹി, ആ കിതാബിലുള്ളത്, ഗ്രന്ഥത്തിലുള്ളത് അവർ വായിച്ചു പഠിക്കുകയും ചെയ്തിട്ടില്ലേ? അള്ളാഹ് ചോദിക്കുകയാണ്. എന്താണ്? അള്ളാഹ് ആരാണ്, അള്ളാഹുവിലേക്ക് എങ്ങനെ അടുക്കേണ്ടത്, അള്ളാഹിനെപ്പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് എന്ന കാര്യങ്ങൾ അള്ളാഹ് കിതാബിലേക്ക് പഠിപ്പിച്ച് കൊടുത്തിട്ടില്ലേ? അതുപോലെ വായിച്ച് പഠിച്ചിട്ടില്ലേ? പിന്നെ ഇമ്മാതിരി വർത്താനം പറഞ്ഞ് സമാധാനപൂർവ്വം ഇരിക്കാൻ പറ്റുമോ എന്നാണ് അത് ചോദിക്കണത്. ബാക്കി ഇനി വായിക്കേ. വദ്ദാറുൽ ആഖിറത്തു ഖൈറുൻ ലില്ലദീന യത്തഖൂന അഫലാ തഅഖിലൂൻ, അതാണ് നമ്മൾ പറയുന്ന വിഷയം. എന്നാൽ ദാറുൽ ആഖിറ, ദുനിയാവല്ല പരലോകം, ഖൈറുൻ, അതാണ് ഖൈറ്. ആർക്ക്? ലില്ലദീന യത്തഖൂന, മുത്തഖീങ്ങൾക്ക്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേന്ന്. ഇനി ആരാ മുത്തഖീങ്ങൾ? വായിക്കുക, അടുത്ത ബാക്കി വായിക്കുക. മുത്തഖീങ്ങൾ അല്ലദീന, വല്ലദീന ഒരു കൂട്ടരാണ്. യുമസ്സികൂന ബിൽ കിതാബ്, ഗ്രന്ഥം അവർ മുറുകെ പിടിക്കും. യുമസ്സികൂന ബിൽ കിതാബ്, വേദഗ്രന്ഥം മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഗ്രന്ഥം പഠിക്കും, വേദഗ്രന്ഥം വായിക്കും. എന്നിട്ട് ആ വേദഗ്രന്ഥം അവർ കയ്യിൽ നിന്ന് വെക്കൂല, ആ വേദഗ്രന്ഥം ജീവിതത്തിൽ അവർ ഉപേക്ഷിക്കൂല, ആ വേദഗ്രന്ഥം അവർ കൈവിടൂല. അവരാണ് മുത്തഖീങ്ങൾ. അപ്പം തഖ്വ ഉണ്ടാക്കാനുള്ള കാരണം, തഖ്വ എങ്ങനെ ഉണ്ടാവുക? അല്ലദിന യുമസ്സികൂന, ഇത് ഖുർആൻ പല സ്ഥലത്ത് പറഞ്ഞ ആശയാണ്. മുത്തഖീങ്ങൾ ആരാന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെ അള്ളാഹ് പറയുന്നത് വദ്ദാറുൽ ആഖിറത്തു, ഇത് പ്രത്യേകങ്ങൾ ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ നോട്ട് ചെയ്യേണ്ട ആയത്താണ്. വദ്ദാറുൽ ആഖിറത്തു ഖൈറുൻ ലില്ലദീന യത്തഖൂൻ, മുത്തഖീങ്ങളായ ആളുകൾക്കാണ് പരലോകം ഖൈറാകുക. ആരാണവർ? മുത്തഖീങ്ങൾ. വല്ലദീന ഒരു കൂട്ടരാണ്. വായിക്കേ. യുമസ്സികൂന ബിൽ കിതാബ് വഅഖാമുസ്സലാ, എന്നിട്ട് നിസ്കാരം നിലനിർത്തും. കിതാബ് മുറുകെ പിടിച്ച് നിസ്കരിക്കൽ എങ്ങനെ? കിതാബ് മുറുകെ പിടിച്ച് നിസ്കരിക്കാറെന്താ? കിതാബ് പഠിക്കണം. അപ്പം കിതാബ് പഠിക്കുമ്പോഴാണ് നിസ്കാരമൊക്കെ ശരിയാകുക. ഇപ്പോൾ പല ആൾക്കാരും നിസ്കാരത്തിന് പരലോകത്ത് കൂലി ഉണ്ടാവില്ല. നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരത്തിന് കൂലി പരലോകത്ത് ഉണ്ടാവില്ല. അതാരെ നിസ്കാര? നിസ്കാരത്തിൽ എന്താണ് പറഞ്ഞത് എന്നറിയാത്തവൻ്റെ നിസ്കാരം. എങ്ങനെ? നിസ്കാരത്തിൽ എന്താണ് പറയുന്നത് എന്ന് അറിയാത്തവൻ്റെ നിസ്കാരത്തിന് പ്രതിഫലം ഉണ്ടാവില്ല, കൂലി ഉണ്ടാവില്ല. ഇപ്പോൾ കൂലി ആർക്കാണ്? ബാക്കി വായിച്ചു നോക്കി, ബാക്കി വായിക്കേ. വല്ലദിന യുമസ്സികൂന ബിൽ കിതാബി വഅഖാമുസ്സലാ, ബാക്കി ഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുസ്ലിഹീൻ, മുസ്ലിഹീങ്ങളെ കൂലി അല്ലാഹ് പാഴാക്കൂലാന്ന്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹ്, തീർച്ചയായും നാം അല്ലാഹ് പറയാ, ലാ യുളിഉ, നാം പാഴാക്കൂല, നഷ്ടപ്പെടുത്തൂല, അജ്ർ, കൂലി നഷ്ടപ്പെടുത്തൂല. ആരെ കൂലി? അൽ മുസ്ലിഹീൻ, മുസ്ലിഹീങ്ങളുടെ കൂലി. മുസ്ലിഹീൻ എന്ന് പറഞ്ഞാൽ സൽക്കർമ്മകാരികളായ. അറിയണം, പഠിക്കണം. അല്ല, അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാം മുഴുവനാവൂലല്ലോ.
പഠിച്ചുകൊണ്ടിരിക്കണം. അല്ല മരിക്കണ വരെ എനിക്കൊന്നും അറിയില്ല, ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം എനിക്കൊന്നും അറിയില്ല എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. ഫാത്തിഹൻ്റെ അർത്ഥം അറിയില്ലേ, ചെറിയ സൂറത്തിൻ്റെ അർത്ഥമൊക്കെ അറിയില്ലേ. പിന്നെ എവിടുന്നെങ്കിലും വലിയ സൂറത്തിൽ എടുക്കുമ്പോൾ ഓതുമ്പോൾ ചില ഭാഗങ്ങൾ അറിയാതെ പോകല്ലേ. അത് നമ്മൾ പഠിച്ചവിടേക്ക് എത്താത്തത് കൊണ്ടല്ലേ. പഠിക്കുന്നുണ്ടല്ലോ, പഠിച്ച നമ്മൾ അവിടേക്ക് എത്താത്തതുകൊണ്ടാണ് അറിയാത്തത്. അതല്ല പറഞ്ഞത്, മനസ്സിലായില്ലേ. ഇപ്പം നമ്മൾ ഒരാൾ പഠിച്ചു തുടങ്ങി, പഠിച്ചിട്ട് നമ്മൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവിടേക്ക് എത്തിയിട്ടില്ല, അതല്ല പിടികൂടുമോ, ശിക്ഷിക്കോ? ഇല്ല. അതേ സമയത്ത് ഒരാൾ ഖുറാനെ പഠിക്കൂല, ഖുറാൻ ക്ലാസ് ഇഷ്ടംമാതിരി നടക്കുന്നുണ്ട് നാട്ടിൽ, ഖുറാനും പഠിക്കൂല, അർത്ഥം പഠിക്കൂല, അതിനൊന്നും താല്പര്യമില്ല, നേരമില്ല, ഈ പറഞ്ഞ ദുനിയാവിൻ്റെ പിന്നാലെ പോവാണ്. ഓൻ്റെ നിസ്കാരത്തിൻ്റെ കഥ എന്താ? കൂലിയ മുസ്ലിം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊരു വല്ലാത്തൊരു ചിന്തയാണ് നമുക്ക് നൽകേണ്ടത്. ഈ മേലത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞ അഫലാ താഖിലൂൻ, നിങ്ങൾ ചിന്തിക്കണില്ലേന്ന്, ആലോചിക്കണില്ലേന്ന്, അല്ലേ? ആ ചിന്ത വരേണ്ടത് എവിടെയാണ് നിങ്ങൾ? ഇവിടെ ഈ തക്വനെ പറ്റി, ഈമാനെ പറ്റി പറഞ്ഞിട്ട് അവസാനം അള്ളാഹ് അവർക്ക് കൊടുത്ത വിശേഷണം മുസ്ലിഹ് എന്നാണ്. എന്താണ്? ഈമാനുള്ളവരുടെ നിസ്കാരം, മുത്തക്കീങ്ങളെ നിസ്കാരം പാഴാക്കൂലെന്ന് ഇവിടെ പറയേണ്ടത്. കാരണം ഈമാനും തക്വയല്ലേ പറയണത്, ആണോ? ആണ്. പക്ഷെ ഇവിടെ അള്ളാഹ് പറഞ്ഞ വാക്കെന്താ? മുസ്ലിഹീങ്ങൾ. അതാ മുസ്ലിഹ് എന്ന് പറഞ്ഞാൽ അസ്ലഹ. ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? നന്നാക്കുക. മുസ്ലിഹ് എന്ന് പറഞ്ഞാൽ നന്നാക്കിയവൻ. നന്നാക്കിയവരുടെ നിസ്കാരം അള്ളാഹ് പാഴാക്കൂല. അങ്ങനെ നന്നാക്കൽ, കേട് വന്നൊരു സാധനമല്ല നന്നാക്കുക, അല്ലേ? ഇപ്പം നമുക്ക് തോന്നുകയാണ് എന്ത്, കഴിഞ്ഞ നിസ്കാരം ഒന്നും ശരിയായിട്ടില്ല. അതിൻ്റെ കഴിഞ്ഞ നിസ്കാരങ്ങളൊന്നും ശരിയായിട്ടില്ല. കാരണം എന്താ? എനിക്കൊരു ചുക്കും അറിയില്ല ഇനി. അപ്പം ഇനി നിസ്കാരം ശരിയാക്കണം. അപ്പം എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പം ശരിയാക്കി. നിങ്ങൾ അള്ളാഹ് ഖുർആനിൽ ഒരു പദം പ്രയോഗിക്കണമെങ്കിൽ ആ പദത്തിൽ വരെ ഒരു ഹിക്മത്ത് ഉണ്ടാവും. ഇവിടെ ഇന്നല്ലാഹ ലാ നുദിഉ അജ്റൽ മുഅ്മിനീന്ന അല്ലെങ്കിൽ അജ്റൽ മുത്തഖീന്നോ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വേറെ ഇവിടെ അള്ളാഹ് പറഞ്ഞ മുസ്ലിഹീന്ന. ഇന്നല്ലാഹ ലാ നുദിഉ അജ്റൽ മുസ്ലിഹീൻ, നന്നാക്കിയവൻ്റെ. കാരണം എന്താ അറിയോ? ഇനി നിങ്ങളൊന്നും കൂടി കേട്ടോളി. ഖുർആനിൽ അള്ളാഹു തആല ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ആൾക്കാരെക്കുറിച്ചൊക്കെ അള്ളാഹ് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഒരു ഡിമാൻഡ് ഉണ്ടാവും. അതെന്താ? ഇല്ലാ മൻ താബ വആമന, ഇല്ല താബു വ അസ്ലഹു, താബ വ അസ്ലഹ. എന്താണ് അങ്ങനെ പറഞ്ഞത്? ഖേദിച്ചു മടങ്ങി എന്നിട്ട് നന്നാക്കി. അവർ മടങ്ങി, അവർ നന്നാക്കി. അപ്പം എന്താ അർത്ഥം? ശരിയല്ലാത്തത് മരിക്കണത് വരെ തുടരാനല്ല പറഞ്ഞത്. ശരിയല്ലാത്തത് മരിക്കണ വരെ തുടരാനല്ല, പിന്നെന്താണ്? നന്നാക്കണം. ഇപ്പോൾ ചില നിലപാട് നല്ലതല്ല, ആ നിലപാട് നന്നാക്കണം. ചില സ്വഭാവം നല്ലതല്ല, അത് നന്നാക്കണം. എന്നും മരിക്കണത് വരെ അതേ അവസ്ഥയിൽ പോകാൻ പാടില്ല, നന്നാക്കണം. അങ്ങനെ നന്നാക്കുന്ന ആളുകൾക്കാണ് അള്ളാഹിൻ്റെ അടുക്കലുള്ള പ്രതിഫലം വളരെ ഉത്തമമായി തീരെ. ലൗ കാനൂ യഅലമൂൻ, അവർക്ക് ഈ ഇൽമുണ്ടായിരുന്നുവെങ്കിൽ എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ ഈമാന് വേണം, നമ്മുടെ നിസ്കാരത്തിൽ തഖ്വ വേണം. നമ്മളെ കണ്ണിയൻ ഡോക്ടർ പറയാറുണ്ട്, അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചത്ര നിസ്കാരത്തിലൊരു തഖ്വ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പം മൂപ്പര് പറഞ്ഞു നിസ്കാരത്തിൽ മാത്രം ഒരു തഖ്വ കിട്ടൂല, എപ്പോഴും തഖ്വ ഉള്ളാക്ക് നിസ്കാരത്തിൽ തഖ്വ കിട്ടും. അപ്പോൾ തഖ്വ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കണം. അത് എവിടെ നിന്ന് ഉണ്ടാക്കണം? അല്ലതിനെ യുമസ്സിക്കൂന ബിൽ കിതാബ്, ആ കിതാബിൽ നിന്ന് ഉണ്ടാക്കണം. അത് പഠിക്കണവരാരാണ്? മുത്തക്കിങ്ങൾ. അവർ ജീവിതം നന്നാക്കും, അവർക്കേ നന്നാക്കാൻ പറ്റുള്ളൂ, അല്ലേ? നന്നായത് കഴിഞ്ഞ സമൂഹം മുഴുവനും നന്നായത് എന്തുകൊണ്ടാണ്? വേദഗ്രന്ഥം അനന്തരം കിട്ടിയിട്ട് കാര്യമുണ്ടോ? കേവലം ഒരു അനന്തരം ഒരു വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാരായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ആയത്തിൽ പറഞ്ഞ പോലെ തന്നെ അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ റമദാനിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. എല്ലാവരും
ഒരു നല്ല മനസ്സോടുകൂടി, ഈമാനോടുകൂടി, തക്വയോടുകൂടി, എഹ്തിസാബോടുകൂടി റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറെടുപ്പുകൾ നടത്തുക, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക. ഖുർആൻ പഠിതാക്കൾക്കാണ് റമദാൻ, ഖുർആൻ പഠിതാക്കളെ മാസമാണ് റമദാൻ. അതുകൊണ്ട് ഏറെ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് 9 മണിക്ക് ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ്റെ ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാവരും വരണം. നാളെ നോമ്പാണെങ്കിൽ അത്താഴ്ചോറ് ഇന്നൊരു കിടന്നുറങ്ങരുത്. ഇനി ഉറങ്ങിയാൽ തന്നെ നിങ്ങൾ ഒരു 8 മണിക്കെങ്കിലും എഴുന്നേറ്റിട്ട് 9 മണിക്ക് ഇവിടെ വരാം. കാരണം എന്താ അറിയോ, ഞാനൊരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അരീക്കോട് കണ്ണിയ ഡോക്ടർ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. എല്ലാവരും സമൂഹം മൊത്തം, നാട്ടുകാരും മുസ്ലിമീങ്ങൾ മൊത്തം പങ്കെടുത്തു. അതിൽ വലിയൊരു ഒരു തുറന്നൊരു സ്റ്റേഡിയത്തിലായിരുന്നു മണിക്കൂറുകളോളം പ്രസംഗിച്ച് ഒരാളും അവിടുന്ന് എഴുന്നേറ്റ് പോയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെയുള്ള ഒരു സംസാരമായിരിക്കും. ഈ റമദാന് നമുക്കൊരു നല്ല ഊർജ്ജമായിരിക്കും അത് കിട്ടുക. അദ്ദേഹത്തിൻ്റെ ക്ലാസ് നല്ലൊരു ഊർജ്ജം കിട്ടും. അതുകൊണ്ട് എല്ലാവരും 9 മണിക്ക് തന്നെ കറക്റ്റ് സമയത്ത് അദ്ദേഹം വരും. കറക്റ്റ് സമയത്ത് ക്ലാസ് തുടങ്ങും. ഉറങ്ങി ലേറ്റായിട്ട് പോകരുതാരും, എല്ലാവരും നേരത്തെ വരിക. പിന്നെ സ്ത്രീകളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളെ അയൽപക്കത്തും കുടുംബത്തിലൊക്കെ ഉള്ള ആളുകളൊക്കെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരും. അത് വലിയൊരു ഹൈറായി. കാരണം അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേട്ടാൽ, കാരണം മുഹമ്മദ് കുട്ടി കണ്ണി എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറാണ്, എല്ലിൻ്റെ ഡോക്ടർ, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇപ്പം ഈ വലിയ വലിയ ഈ സുന്നി പണ്ഡിതന്മാർ വരെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ആരും മിസ്സാക്കരുത്. അതൊരു വലിയൊരു ഒരു വിഭവം തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ക്ലാസ്. നമ്മൾ കുടുംബസമേതം ആ ക്ലാസ്സിന് വേണ്ടി വരിക. ഈ റമദാൻ ശരിക്കും നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള ഒരു നല്ലൊരു ഒരു ഊർജ്ജം കിട്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയും. നാളെയാണ് ആ പരിപാടി. അതുകൊണ്ട് എല്ലാവരും നേരത്തെ എത്തിച്ചേരുക. അതോടൊപ്പം തന്നെ നമ്മളെ കുടുംബത്തെ, അയൽപക്ക ആൾക്കാരെ, ബാക്കിയുള്ള ആൾക്കാരൊക്കെ പരമാവധി കൂട്ടിക്കൊണ്ടുവരാനും കൂടി വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഏപ്രിൽ മാസം 7-ാം തീയതി നമ്മളെ ക്ലാസ് ഇവിടെ വെച്ചിട്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു ക്ലാസ് ഉണ്ട്. ഈ ഗ്രന്ഥത്തെ നമുക്ക് നെഞ്ചോട് ചേർക്കാം എന്നൊരു വിഷയത്തിൽ, അതും നിങ്ങളെ മനസ്സിലുണ്ടാവട്ടെ. ഇൻഷാ അല്ലാഹ് അതിന് ദിവസങ്ങളുണ്ട്, നമുക്കത് ഓർമ്മപ്പെടുത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് നാളെ സാധാരണ ഞായറാഴ്ച നടക്കുന്ന ക്ലാസ് 8 മണിക്കുള്ള ക്ലാസ് 8 മണിക്ക് ഉണ്ടായിരിക്കും. 9 മണിക്ക് നമ്മളെ മറ്റേ ക്ലാസ്സും കറക്റ്റ് ആരംഭിക്കും. അപ്പോൾ അതിലൊക്കെ എത്തിപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. നോട്ടീസല്ല, മറഞ്ഞ മയ്യത്തിനുള്ള നിസ്കാരം ആരും നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിച്ചാൽ മതി. പിന്നെ ഈ സ്വന്തം വാപ്പ അമ്മ ബന്ധുക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് കബറിങ്ങളിൽ പോയിട്ട് മയ്യത്ത് കബറടക്കിയാലും അവർക്ക് എന്ത് ചെയ്യാം, 2-3 ദിവസത്തിനുള്ളിൽ നിസ്കരിക്കാം. ഗൾഫിൽ അവിടെ നിസ്കരിച്ചാൽ പിന്നെ അവിടെ നിസ്കരിക്കേണ്ട, പ്രാർത്ഥിച്ചാൽ മതി, ദുആ ചെയ്താൽ മതി. ആരും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിക്കണം, അത് നിർബന്ധമാണ്. നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ട, ഇവിടെ നിസ്കരിക്കേണ്ട കാര്യമില്ല, പ്രാർത്ഥിച്ചാൽ മതി, ദുആ ചെയ്താൽ മതി. ഇനി നിസ്കരിച്ചു എന്ന് കരുതി ഒരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടി ഇപ്പം സ്വന്തം മോനാണ് അവിടെ മരിച്ചത്, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവാണ് മരിച്ചത്, അപ്പോൾ ഇവിടെ പള്ളിക്കൽ എല്ലാവരും കൂടി മയ്യത്ത് നിസ്കാരം സംഘടിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നിസ്കരിച്ചു എന്നതുകൊണ്ട് അതൊരു വലിയ തെറ്റുള്ള കാര്യമായിട്ട്, ഒരു കുറ്റം കിട്ടുന്ന കാര്യമായിട്ട് ആരും മനസ്സിലാക്കുകയും ചെയ്യണം, അങ്ങനെ പറയും ചെയ്യരുത്. പക്ഷേ അങ്ങനെ നിസ്കരിക്കണം എന്നതിൽ മാതൃക ഒന്നും നബി നിസ്കരിച്ചിട്ടുണ്ട്. ഒരു മയ്യത്തിന് നബി നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കാരം തന്നെ ആ നാട്ടിൽ ആരും നിസ്കരിക്കാൻ ഇല്ലാതിരുന്നൊരു മയ്യത്താണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹദീസിനെ വെച്ചിട്ട് ചില പണ്ഡിതന്മാർ അങ്ങനെ നിസ്കരിച്ചു എന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ഒരു മാതൃകയില്ലാത്ത ഒരു ബിദ്അത്ത് എന്നുള്ള നിലക്ക് അതിനെ കാണേണ്ടതില്ല. പക്ഷെ നമുക്ക് ചെയ്യേണ്ടത് ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ, നിസ്കാരം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, ദുആ ചെയ്താൽ മതി, അതാണ് ചെയ്യേണ്ടത്. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും.